സുരേഷ് ഗോപി പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. സുരേഷ് ഗോപി മാത്രമല്ല, റവന്യൂ മന്ത്രി രാജനും പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. സാറിന്റെ അടുത്ത് ഞാൻ വന്ന് കാല് പിടിച്ചപ്പോഴാണ് സാർ പറഞ്ഞത്. ഘട്ടം മന്ത്രി രാജന്റെ അടുത്ത് പോയി. അതുമാതിരി സുരേഷ് ഗോപി വന്ന അധികം വർത്താനം പറയല്ലേ. ഹായ് ഒരുവൻ, സുരേഷ് ഗോപി നാണമുണ്ടോ? ഈ വീഡിയോ ക്ലിപ്പ് എല്ലാം ഞാൻ പ്ലേ ചെയ്തുതരാം. എന്താണ് സംഭവമെന്ന് ക്ലിയറായി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സുരേഷ് ഗോപിക്ക് ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നാണമുണ്ടോ സുരേഷ് ഗോപി? നിന്നെ തൃശ്ശൂർകാർ എന്തിന് വിജയിപ്പിച്ചത് എന്ന് നിനക്കറിയോ സുരേഷ് ഗോപി? ജനങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു തവണ എന്നെ വിജയിപ്പിച്ചു വിടോ, നിങ്ങൾ പാർട്ടി നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ ജയിച്ചപ്പോൾ നീ എന്താണ് സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് ചെയ്യുന്നത്? തൃശ്ശൂർക്കാർ ഓരോരുത്തരായി കരയുകയാണ്. ഇന്ന് 2 കുടുംബമാണ് ആത്മഹത്യയിലേക്ക് പോയത്. ആത്മഹത്യ ലെറ്റർ അടക്കമുണ്ട്. 2 കുടുംബക്കാർക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ വെച്ചു തരാം. ഇനി തൃശ്ശൂർക്കാരോടും കേരളത്തിലുള്ളവരോടും ഒരു കാര്യം പറയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതോടുകൂടി ആക്രമണം തുടങ്ങുകയാണ്. ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി നിങ്ങൾ കണ്ടല്ലോ, ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞിട്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ടിട്ടോ, സ്വതന്ത്രർക്ക് വേണമെങ്കിൽ നിങ്ങൾ വോട്ടിട്ടോ. BJPക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയും സംഘവും ചതിച്ച 2 കുടുംബക്കാർക്ക് എന്താണ് പറയാനുള്ളത് അത് നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്താലേ ഈ സുരേഷ് ഗോപിയുടെ നിറികേട് 4 ആളിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം. സുരേഷ് ഗോപി പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. സുരേഷ് ഗോപി മാത്രമല്ല, റവന്യൂ മന്ത്രി രാജനും പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. കാരണം സുരേഷ് ഗോപി വോട്ട് ചോദിക്കാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ. ഇവർക്ക് വീടില്ല, ഈ കുടുംബത്തിന് വീടില്ല, വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് വോട്ട് മേടിച്ചോണ്ട് പോയി. പുള്ളിയുടെ ഫോട്ടോ വരെ എടുത്തോണ്ട് പോയി, PA നമ്പരും കൊടുത്ത്. പിന്നെ PA വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേട്ടന് കാല് വയ്യാത്തയാണ്, ലോട്ടറി കച്ചവടമാണ്. ഇപ്പൊ ഇവര് പെരുവഴിയിലാണ്. കാരണം 2 പിള്ളേരുണ്ട്, ഇവർ പഠിക്കുന്നുണ്ട്, ഇവരുടെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല. സുരേഷ് ഗോപി ഭയങ്കര മോശമാണ്. അതേ കണക്ക് മന്ത്രി രാജൻ എന്തോ പറഞ്ഞേ, ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഉറപ്പാണ്. മന്ത്രി രാജനും സുരേഷ് ഗോപിയുടെ പറ്റിച്ചാണ്. ഇത് സത്യം പറയുന്ന വെറും തെണ്ടിത്തര കാണിച്ചത്. അത് എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ച് തരാമെന്ന്. വീട് വെച്ച് തരാമെന്ന്. ചേട്ടൻ ഇപ്പം ലോട്ടറി കച്ചവടമുണ്ട്. വണ്ടിക്ക് കേട് വന്ന കാരണം എന്നാക്കും കാശ് ഇല്ലാത്ത വോട്ട് ചോദിച്ച് ഇവിടെ വന്ന് തെണ്ടി വോട്ട് ചോദിച്ച് വോട്ട് മേടിച്ചോണ്ട് പോയി. ഇത് സുരേഷ് ഗോപി കാണുവാണെങ്കിൽ ദയവ് ചെയ്ത്, ഇത് വളരെ നാണക്കേടാണ്. അല്ലെങ്കിൽ മന്ത്രി രാജൻ കാണുവാണെങ്കിലും ഇത് വളരെ നാണക്കേട്ട പരിപാടിയായി പോയി കേട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് വോട്ട് മേടിച്ചിട്ട് ഇമാതിരിയുള്ള പോക്കൃത്തരം കാണിക്കരുത്. മാക്സിമം ഈ സുരേഷ് ഗോപിക്കായാലും ഈ മന്ത്രി രാജനായാലും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം. കാരണം പോക്കൃത്തരം കാണിക്കുന്നത് ഇതിനൊക്കെ എത്ര പാവങ്ങളായിരിക്കും ഈ രാഷ്ട്രീയക്കാർ പറ്റിക്കുന്നത്. വോട്ട് മേടിച്ചിട്ട് ഇമാതിരി പോക്കൃത്തരം കാണിക്കുന്നത് എത്ര പാവപ്പെട്ടവർ കാണും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. 2 പിള്ളേരുണ്ട്, അവർ പഠിക്കുവാണ്. ഈ ചേട്ടന് ലോട്ടറി കച്ചവടമാണ്. ഈ സുഖമില്ലാത്ത കാലം വെച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചേട്ടൻ ഈ കുടുംബം പോറ്റുന്നത്. ചേട്ടന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ചേച്ചി വീട്ടിലേക്ക് പോവാം. ചേട്ടാ പേരെന്തുവാ? സുരേഷ്. ഇത് ഏതാ സ്ഥലം? ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് എന്ന് പറയുന്ന കമ്പനിപ്പടി. പട്ടിക്കാട് കമ്പനിപ്പടി. ഇത് പഞ്ചായത്ത് ഏതാ? പാണഞ്ചേരി പഞ്ചായത്ത്. പാണഞ്ചേരി പഞ്ചായത്ത് 22ാം വാർഡ്. എനിക്ക് ഒരു വാക്കേ പറയാനുള്ള, മന്ത്രി സുരേഷ് ഗോപിയോടായാലും രാജനോടായാലും എന്നെ പോലെ ഉള്ളവരോ ചതിക്കുന്നതിനാലും നല്ലത് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ചതിക്കുക പാടില്ല ഒരിക്കലും. ഞാൻ എന്നെ പോലെ 2 കൊച്ചുങ്ങളെ വളർത്തുന്നത് എത്ര പാടുപെട്ടാണെന്ന് എനിക്കറിയാം. ഈ സുരേഷ് ഗോപി സാറ് ഇലക്ഷൻ സമയത്ത് എന്റെ വീടിന്റെ അതിലേക്ക് വന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ അടുത്ത് ഞാൻ വന്ന് കാല് പിടിച്ചപ്പോഴാണ് സാർ പറഞ്ഞത്, ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു വീട് ഉറപ്പാണ്. വീട് വെച്ച് തരാൻ പറഞ്ഞിട്ട് കുറെ വട്ടം മന്ത്രി രാജന്റെ അടുത്ത് പോയി. അതുമാതിരി സുരേഷ് ഗോപി വന്നപ്പോ ആളെ കാല് പിടിച്ച് സംസാരിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് ഞാൻ കസാരയിൽ ഇരുന്ന് കഴിഞ്ഞ ചേട്ടന് ഉറപ്പാണ് ഞാൻ വീട് വെച്ച് തന്നിരിക്കുന്നു പറഞ്ഞു. PA നമ്പർ തന്നു. അതിൽ 50 വട്ടം ഒരേ ദിവസം ഞങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. നാണമുണ്ടോ സുരേഷ് ഗോപി? ഇനിയുമുണ്ട് 2 കുടുംബം കൂടി ഉണ്ട്. ഓക്കെ, ടോട്ടൽ 3 ആണ്. ഇത് ആദ്യത്തെ കുടുംബമാണ്. ഇനി 2 കുടുംബം കൂടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. നാണമുണ്ടോ സുരേഷ് ഗോപി? നീ എങ്ങനെയാണ് അവിടെ ജയിച്ചത്? അതായത് സുരേഷ് ഗോപി ഓരോ പാവങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണ്. ആ പാവങ്ങൾ നിരന്തരം കോൺഗ്രസിലേക്ക് വോട്ടിട്ട പാവങ്ങളായിരുന്നു. ആ പാവങ്ങളുടെ വീട്ടിലേക്ക് കയറി സുരേഷ് ഗോപി പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പുതിയ വീട് വെച്ച് തരാം, നിങ്ങൾക്ക് കാറ് മേടിച്ച് തരാം, നിങ്ങളുടെ ലോൺ ഞാൻ ഇല്ലാതാക്കാം, എനിക്ക് നിങ്ങൾ വോട്ടിട്ടാൽ മതി എന്ന് പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുമെന്ന് പാവങ്ങൾ വിചാരിക്കുകയാണ്. ആ സുരേഷ് ഗോപി എന്ന നാറിക്ക് വോട്ടിടുകയാണ്. ആ പരമനാറി വിജയിച്ചതിന് ശേഷം ഇവരെ, അതായത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം. നാണവും മാനവും ഇല്ലാത്ത ഗോപി ഒരു തവണ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി, വീണ്ടും തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റൂല, തെറ്റ് പറ്റരുത് എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കുടുംബം കൂടി പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു വാർത്ത, മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കണം. ആരും സ്കിപ്പ് ചെയ്യല്ലേ. അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട് നാറിയ സുരേഷ് ഗോപിയുടെ കളി. ഓക്കെ ചേച്ചി അധികം വർത്താനം പറയല്ലേ.
നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. മന്ത്രിയൊന്നും കാണാനുള്ള അറിവൊന്നും എനിക്കില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ മന്ത്രിനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ. ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സൗഹൃദ സംഗമ സഭാവേദി. കരുവന്നൂരിൽ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യവുമായാണ് ആനന്ദവല്ലി എന്ന വയോധിക എത്തിയത്. നിക്ഷേപകർക്ക് നൽകുക ലക്ഷ്യമിട്ട് ED പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയൂവെന്ന് കേന്ദ്രമന്ത്രി. ആ പണം സ്വീകരിക്കേണ്ടെന്നാണ് സഹകരണ വകുപ്പ് നിലപാടെന്നും തുക കിട്ടാൻ മുഖ്യമന്ത്രിയെ കാണാനും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞത് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചു. പിന്നാലെ തർക്കം. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കുക. ഇതേ പറ്റൂ. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ, എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറ. നേരത്തെ കൊച്ചുവേലായുധൻ എന്ന വ്യക്തിയുടെ പരാതി നിരസിച്ചത് വൻ വിവാദമായിരുന്നു. ഒരു EDയും വേണ്ട, ഒരു കേന്ദ്രമന്ത്രിയും വേണ്ട, ഒരു സംസ്ഥാന മന്ത്രിയും വേണ്ട, ഒരു മുഖ്യമന്ത്രിയും വേണ്ട. അവരിട്ട കാശ് മര്യാദയ്ക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കടോ എന്നേ പറയാനുള്ളൂ. നാണമുണ്ടോ? പറഞ്ഞ വാക്ക് എന്തിനാണ് നീ പറ്റിക്കുന്നത്? പാവങ്ങൾക്ക് എത്ര പാവങ്ങൾക്കാണ് നീ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതെ ഗോപി? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ ഗോപി നിനക്ക്? നീ മനുഷ്യനാണോ ഗോപി? ഒന്നെങ്കിൽ മിണ്ടാണ്ട് വോട്ട് പിടിക്കണം. വെറുതെ നീ കള്ളം പറഞ്ഞോ? അതായത് ഞാൻ തൃശ്ശൂരിൽ ഇത് കൊണ്ടുവരും, മറ്റത് കൊണ്ടുവരും, മറിച്ചത് കൊണ്ടുവരും നീ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ട് നീ വോട്ട് പിടിച്ചോ? പ്രശ്നമില്ല, ഞങ്ങളൊന്നും പറയില്ല. നിന്റെ ഒക്കെ വൃത്തികേട് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കും. എന്തിനാടാ നീ പാവങ്ങളെ പറ്റിക്കുന്നത് ഗോപി? നാണമുണ്ടോ നിനക്ക് ഗോപി? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ ഗോപി നിനക്ക്? പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് തരാം, അത് തരാം, ഇത് തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടെന്ന് പറയാം. നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ ഗോപി? ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു കുടുംബം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, അതും കൂടി ഞാൻ വെച്ചുതരാം. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പാവത്തിനെ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി. ഇങ്ങനെ നാണം കെടുത്തരുത്. ഒരു ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഈ വീഡിയോ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറ്റത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു. ഇത് കൊടുംചതിയാണ്. ഈ മനുഷ്യനെ 8 വർഷമായിട്ട് നിങ്ങളിങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഒരു ചതിയുടെ പേരിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. ഒരുപാട് നഷ്ടങ്ങൾ ഈ മനുഷ്യന് സംഭവിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കാണുക. എൻഡോസൾഫാൻ ദുരിതബാധിതനായ മകൻ മരിച്ച് 1 മാസം തികയും മുൻപേ ജപ്തി നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഷേണിയിലെ വാസുദേവ നായിക്കിന്റെ കടബാധ്യതയും സുരേഷ് ഗോപി ഏറ്റെടുത്തതാണ്. തിരിച്ചടവ് തുക തിട്ടപ്പെടുത്തി തരുന്ന മുറയ്ക്ക് ആ തുകയും കൈമാറുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇനി വാസുദേവ നായിക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല. എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിന് ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും. അതായത് പരസ്യമായിട്ട് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ മകൻ എൻഡോസൾഫാൻ ബാധിച്ച് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പ്രഖ്യാപനം. ഇദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനും സഹായിക്കുന്നുമില്ല. അതായത് സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാളും വരുന്നില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് 10 ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം. ഈ പാവ മനുഷ്യനാണെങ്കിൽ ഏകദേശം 8 വർഷത്തോളമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ വീടിന്റെ പടിക്കലിലേക്ക് പോകുന്നു. ആ സമയം ഈ മനുഷ്യനെ പച്ചക്ക് അവിടെ നിന്ന് ആട്ടി വിട്ടു എന്നുള്ളതാണ്. അതായത് യാചകനായ നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. എന്താ വാസോടെ സംഭവിച്ചത്? അതെ, പക്ഷെ ഞാൻ അവരെ തറവാട് വീട്ടിലേക്ക് പോയി, കൊല്ലമിലേക്ക് പോയിട്ട് നമുക്ക് അവരെ അനിയാണ് എൻ്റെ ഇത് അപമാനിച്ചിട്ട് പുറത്താക്കി അവിടുന്ന് കേട്ടുന്നു. ഇങ്ങനത്തെ 1000 ബേക്കർമാർ ഇവിടുത്തെ വരുന്നുണ്ട്. ഇവിടുത്തെ വരണ്ട, നമുക്ക് അവർക്ക് ഒരു ബന്ധവും ഇല്ല, നമുക്ക് അങ്ങോട്ട് ഒരു ഇതും ഇല്ല, ആടുക്കന്നെ പോയി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടേക്ക് തിരുവനന്തപുരത്ത് പോയി വേറെ വീട്ടിലേക്ക്, സുരേഷ് ഗോപിന്റെ വീട്ടിലേക്ക്. അത് എനിക്ക് അറിയാത്ത ജാഗ ഞാൻ കേട്ടോണ്ട് പോയി അവിടെ പോയിട്ട് നമുക്ക് അവിടെ ആരില്ല, ഒരു കുട്ടപ്പണ്ണുണ്ടായിടാം. അപ്പൊ പുറത്ത് വന്ന് പിന്നെ വിൽക്കുമ്പോ അപ്പൊ പറയുന്ന അത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അവരോടൊന്നും.
ഒരു ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ടായി. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൊടുക്കുവോ, അത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവിടെ ഒരു ഇവന് വന്നിട്ടുണ്ടായി, ഈ നമ്മളെ കൊറിയർ സർവീസിന്റെ. അപ്പോൾ ഓണ്ടോടെല്ലാം തിരിച്ചേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കയ്യാതെല്ലാം കൊടുക്കാൻ. എനിക്ക് വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റെടുത്തതാണ്, പരസ്യമായിട്ട് സുരേഷ് ഗോപി എന്റെ കടങ്ങളൊക്കെ ഏറ്റെടുത്തതാണ്, എന്റെ ബാങ്ക് ഇപ്പോ എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് അതല്ല നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, അവരോട് തന്നെ പറയണോ. നമ്മ അതിന് ഒരു ഇതില്ല. ഞാൻ ഒരു ഷൂട്ടിങ് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത മാതൃഭൂമി എന്നൊക്കെ പബ്ലിഷ് ചെയ്ത നമ്മളോട് മൊബൈൽ ഇല്ല. അത്ര ഇപ്പൊ രണ്ടാമത് ഈ അടുത്ത് പോയപ്പോ എല്ലാവർക്കും കാട്ടിച്ചു കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 8 വർഷമായിട്ട് ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ദയവ് ചെയ്തിട്ട് ഒരു ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഷോ ഓഫ് അല്ല എങ്കിൽ ഈ മനുഷ്യന്റെ കടം നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാണ്, നിർബന്ധിക്കുകയല്ല. നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ മനുഷ്യന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ ജില്ലയിലെ BJP നേതൃത്വവും ഇദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ? അതെ, BJP കാരെ ഇപ്പോ എല്ലാം ഇത് ചെയ്യുന്നുള്ളത്. എല്ലാ ഓരെന്നെ പ്രചാരാക്കുന്നുണ്ട്. 10 ലക്ഷം ഞങ്ങിട്ടായിനും എനിക്ക് ഒരു പൈസ എടുക്കൽ വന്നിട്ടില്ല എന്ന് ഈ സുരേഷ് ഗോപി പറഞ്ഞത് കൊണ്ട് എന്റെ വീട് ഇപ്പൊ ജപ്തിയായിട്ടായി. ഈ കാണുന്ന പേപ്പർ ഇതിനൊക്കെ പഴക്കമുണ്ട്. ഈ കാണുന്ന പേപ്പറുകൾ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്തയിലുള്ള ഇദ്ദേഹത്തിന്റെ വീടിന്റെ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള പേപ്പേഴ്സുകളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് പരിശോധിക്കാം. ഇങ്ങനെ ഒരു കൊല ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോ നാണമുണ്ടോ സുരേഷ് ഗോപി? അതായത് എല്ലായിടത്തും പോയി സുരേഷ് ഗോപി പ്രസംഗിക്കുകയാണ്, ഞാൻ വീട് തരാം, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വീട് തരാം. അതിനെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ്, സുരേഷ് ഗോപി ഈ പാവത്തിന് വീട് കൊടുത്തു, സുരേഷ് ഗോപി ഈ പാവത്തിന് ഇത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞ്. അതിനുശേഷം കൊടുക്കുന്നുണ്ടോ ഗോപി? പ്രസംഗിക്കുകയാണ്, എൻ്റെ കയ്യിൽ ചക്കുണ്ട് ഇപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ട് 1 രൂപ പോലും എൻ്റെ നായിനേ വരുന്നുണ്ട്. ഇവനൊക്കെ അങ്ങനെ അല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? കേന്ദ്രമന്ത്രിയാവാൻ ഇവന് ഒരു അർഹതയുമില്ല. ഓക്കെ, അതായത് കൊടുക്കും. ഇവൻ്റെ കയ്യിൽ പൂത്ത പൈസയിൽ ഇവൻ സിനിമ ആക്ടറല്ലേ, ഇവർ സർക്കാരിൻ്റെ ഞാൻ ഇത്ര പ്രഖ്യാപിച്ച് ഇവൻ ഈ ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ഇവൻ സിമ്പിളാണ്. ഇവനോട് ഒരു 10 ലക്ഷം കൊടുത്താൽ ഇവൻ എന്താവും? ഇവൻ്റെ ആസ്തി പോവോ? ഇവൻ പ്രഖ്യാപിച്ചതല്ല, അല്ലാതെ എനിക്കൊരു 10 ലക്ഷം താന്നല്ലല്ലോ പറയുന്നത്. അതായത് കേരളം ന്യൂസ് അവറിലടക്കം ചർച്ചയായ വിഷയമാണ് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, സുരേഷ് ഗോപി വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വൃത്തികെട്ട ജീവനൊക്കെ നിങ്ങൾ എന്തിനാണ് വിജയിപ്പിച്ചത്? വോട്ടിന് വേണ്ടി എല്ലായിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ അണ്ടോസൽഫാൻ ബാധിച്ചവർക്ക് ഒരു വീട് കൊടുത്തു, ഞാൻ മറ്റത് കൊടുത്തു മറിച്ചത് കൊടുത്തു. സുരേഷ് ഗോപിക്ക് എവിടെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നു അവിടെയൊക്കെ പ്രസംഗിച്ചില്ല. അവസാനം 1 രൂപ പോലും ഈ പരമച്ചറ്റ കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ ഏതായാലും ഞാൻ ബൈ രക്ഷിക്കുകയാണ്. ഓക്കെ, ബൈ.